وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا എന്ന ഈ ഒരു വചനത്തിന്റെ വിഷയത്തിൽ ഇമാം അബുൽ ഹസൻ അലി ഇബ്നു അഹ്മദ് അൽ ഹറാലിയുൽ അന്ദുലുസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഫീഹി ഇഷ്ആറുൻ ബിഅന്ന അവാഇദൽ ആബാഇ മൻഹിയത്തുൻ ഹത്താ യശ്ഹദ ലഹ ഷാഹിദു ഉബുവത്തിദ്ദീൻ എന്നാണ്. പൂർവ്വപിതാക്കളുടെ പതിവുകളും സമ്പ്രദായങ്ങളും അത് വിരോധിക്കപ്പെട്ടതാണ്. ഹത്താ യശ്ഹദ ലഹ ഷാഹിദു ഉബുവത്തിദ്ദീൻ, മതത്തിന്റെ പൈതൃകം അതിന് സാക്ഷിയാകുന്നത് വരെ പൂർവ്വപിതാക്കളുടെ നടപടിക്രമങ്ങളും ചര്യകളും അതിന് ദീനിന്റെ പൈതൃകം അനുകൂല സാക്ഷിയാകുന്നില്ല എങ്കിൽ പൂർവികരുടെ പൈതൃകങ്ങളും നടപടികളും ചര്യകളുമൊക്കെ ദീനിൽ വിലക്കപ്പെട്ടതാണ് എന്നതാണ് ഈ വചനം വിളിച്ചറിയിക്കുന്നത്. പണ്ഡിതന്മാർ ഇങ്ങനെ ഈ ഒരു വിഷയത്തെ ഉണർത്താൻ കാരണം എക്കാലഘട്ടത്തിലും സത്യപ്രബോധകർക്ക് ശത്രുക്കളിൽ നിന്ന് നേരിടേണ്ടി വന്ന എതിർപ്പ് പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ്, കാരണവന്മാരുടെ വിഷയം പറഞ്ഞ്, പൂർവ്വപിതാക്കളുടെ മഹത്വം പറഞ്ഞ് നിങ്ങൾ അതിനൊക്കെ എതിരാണ്, അതിൻ്റെയൊക്കെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞായിരുന്നു. വിശുദ്ധരായ നബിപുങ്കവന്മാർ ഇന്നലകൾ കഴിച്ചുകൂട്ടിയത് ഈ ഒരു ആരോപണം കേട്ടുകൊണ്ടാണ്. وكذلك ما أرسلنا من قبلك في قرية من نذير إلا قال مترفوها إنا وجدنا آباءنا على ملة وإنا على آثارهم مقتدون. സൂറത്ത് സുഖ്റുഫിന്റെ 23 അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഒരു നാട്ടിലും ഒരു മുന്നറിയിപ്പുകാരനെയും നാം നിയോഗിച്ചിട്ടില്ല. അവിടെയുള്ള സുഖലോലുപർ ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ വ ഇന്നാ അലാ ആസാരിഹിം മുഖ്തദൂൻ, ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ ഒരാദർശത്തിലാണ് കണ്ടുമുട്ടിയിട്ടുള്ളത്, അവരുടെ കാൽവെപ്പുകളെ ആസാറുകളെ ഞങ്ങൾ പിന്തുടരുന്നവരാകുന്നു എന്ന്. എല്ലാ നബിമാരുടെ അളവിലും സംഭവിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്. സൂറത്ത് ഇബ്രാഹിമിൽ قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا എന്നിങ്ങനെ ഈ വിഷയം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് റസൂലുമാർ പ്രബോധനം നടത്തിയതിനെക്കുറിച്ച്. അപ്പോൾ പ്രബോധിതരായ എതിരാളികൾ പ്രതികരിച്ചത് ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുന, നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യർ മാത്രമാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിനെ തൊട്ട് ഞങ്ങളെ തടുക്കുവാനാണ് എന്നാണ് പറയുന്നത്. സൂറത്ത് സബയിൽ ഈ വിഷയം മറ്റൊരു ശൈലിയിൽ വഇദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാതിൻ ഖാലൂ മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദകും അമ്മാ കാന യഅബുദു ആബാഉകും എന്ന് പറഞ്ഞാണ്. സൂറത്തുൽ ലുഖ്മാനിൽ وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا. سورة الزخرف بل قالوا إنا وجدنا آباءنا على أمة وإنا على آثارهم مهتدون എന്നിങ്ങനെയാണുള്ളത്. സൂറത്ത് സുഖ്റുഫിൽ തന്നെ നമ്മൾ കേട്ട ആയത്തിന്റെ തൊട്ടു മുമ്പ് വകദാലിക മാ അർസൽനാ മിൻ ഖബ്ലിക ഫീ ഖറിയത്തിൻ എന്ന് പറഞ്ഞ ആയത്ത് കേട്ടല്ലോ. അതിനു മുമ്പത്തെ ആയത്തിൽ ബൽ ഖാലു ഇന്ന വജദ്നാ ആബാഅന അലാ ഉമ്മ വ ഇന്ന അലാ ആസാരിഹിം മുഹ്തദൂൻ 22-ാം വചനം നോക്കൂ നിങ്ങൾ. ഞാൻ ഈ ആയത്തുകളെല്ലാം ഇവിടെ ഉണർത്തിയത് ഏതൊരു ജനവിഭാഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതന്മാർ വന്നിട്ടുണ്ടോ അവരോടൊക്കെ ആ ജനങ്ങൾ പറഞ്ഞിരുന്നത് ഈ പാരമ്പര്യവും പൈതൃകവും പൂർവ്വപിതാക്കളും കാരണവന്മാരും ഒക്കെയാണ്. സൂറത്ത് മാഇദയിൽ وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا حسبنا ما وجدنا عليه آباءنا. سورة أعراف وإذا فعلوا فاحشة قالوا وجدنا عليها آباءنا. سورة الأنعام سيقول الذين أشركوا لو شاء الله ما أشركنا ولا آباؤنا. ഇങ്ങനെയാണ് ഈ വചനങ്ങളൊക്കെ ഇവിടെ കേൾപ്പിച്ചത്. ഏതൊരു പ്രവാചകനും പ്രവാചക ദൗത്യവുമായി കടന്നു വരുമ്പോൾ പ്രതിയോഗികളിൽ നിന്ന് കേൾക്കേണ്ടി വന്ന പ്രതികരണം അത് ഈ പൈതൃകവും പാരമ്പര്യവും പൂർവ്വപിതാക്കളും കാരണവന്മാരുമൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ആദ് ഗോത്രം ഖാലു അജിഅ്തനാ ലിനഅബ്ദുല്ലാഹ വഹ്ദഹു വനദറ മാ കാന യഅബ്ദു ആബാഉന എന്ന് ചോദിച്ചില്ലേ. ഹൂദേ, താങ്കൾ ഞങ്ങളുടെ അടുക്കൽ വന്നത് ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്നതിനെ ഞങ്ങൾ വെടിയാനും വേണ്ടിയാണോ? ഹൂദ് കഴിഞ്ഞ് സമൂദ് ഗോത്രം അവരിലേക്ക് നിയുക്തനായ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട്
ഖാലു യാ സാലിഹു ഖദ് കുൻത ഫീനാ മർജുവൻ ഖബ്ല ഹാദാ അതൻഹാനാ അൻ നഅ്ബുദ മാ യഅ്ബുദു ആബാഉന. സാലിഹ്, താങ്കൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിനെ താങ്കൾ ഞങ്ങളെ തൊട്ട് വിലങ്ങുകയാണോ എന്നാണ് അവർ ചോദിച്ചത്. മദിയൻ ഗോത്രത്തിലേക്ക് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അപ്പോൾ അവർ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് യാ ഷുഐബു അസലാതുക തഅ്മുറുക അൻ നത്രുക മാ യഅ്ബുദു ആബാഉന. ഷുഐബ്, താങ്കളുടെ നിസ്കാരമാണോ താങ്കളോട് കൽപ്പിക്കുന്നത് ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്നതിനെയെല്ലാം ഞങ്ങൾ ഒഴിവാക്കണമെന്ന്? മറ്റൊരു വചനത്തിൽ അവർ ചോദിച്ചത് അജിഇതന ലിതൽഫിതന അമ്മാ വജദ്ന അലൈഹി ആബാഅന. ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ കണ്ടതിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കുവാനാണോ താങ്കൾ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് എന്നവർ ചോദിച്ചതുമുണ്ട്. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഈ ഒരു മറുചോദ്യം പലപ്പോഴും ഉണ്ടായത് നമ്മൾ പലയിടത്ത് വായിക്കുന്നു വിശുദ്ധ ഖുർആനിൽ. മാ ഹാദിഹി തമാസീലുല്ലതി അൻതും ലഹാ ആകിഫൂൻ. നിങ്ങൾ ഭജനയിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ എന്താണെന്നുള്ള ചോദ്യത്തിന് അവർ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത പറഞ്ഞത് ഖാലു വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ എന്നാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഇവയെ ആരാധിക്കുന്നവരായിട്ടാണ് ഞങ്ങൾ കണ്ടെത്തിയത് എന്നാണ്. ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കണ്ടെത്തി എന്നൊക്കെ അദ്ദേഹത്തോട് ജനത മറുത്തു പറഞ്ഞത് നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നു. ധാരാളം വചനങ്ങൾ ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ ഈ ഒരു വിഷയത്തിൽ അവതീർണമായിട്ടുണ്ട്. എല്ലാ നബിമാരും എതിർക്കപ്പെട്ടപ്പോൾ അതിലൊരു വിഷയം, ഈ നബിമാരൊക്കെയും പാരമ്പര്യത്തിനെതിരാണ്, പൈതൃകം വിഗണിക്കുന്നവരാണ്, പൂർവ്വപിതാക്കളെ തള്ളിപ്പറയുന്നവരാണ്, കാരണവന്മാർക്ക് വില കൽപ്പിക്കാത്തവരാണ് എന്ന നിലക്ക് തങ്ങളുടെ അന്ധമായ അനുകരണത്തിന് അവർ ന്യായം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്.